തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. നല്ല തണുപ്പുള്ള കുളത്തിൽ കഴുത്തൊപ്പം വെള്ളത്തിൽ രാത്രിയുടെ ഇരുട്ടിൽ മുഴുവൻ കടുപ്പമുള്ള ചങ്ങലയിൽ ഒരു രാത്രി മുഴുവൻ ഇടുക. ഇതായിരുന്നു രാജാവ് യുവാവിന് വിധിച്ച ശിക്ഷ. അവനെ ന്യായാസനത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പടയാളികൾ മനസ്സിൽ പറഞ്ഞു, ഇവൻ്റെ അവസാനമാണ്. കാരണം ഇതിനു മുൻപ് ഇതേ ശിക്ഷ അനുഭവിച്ച് ആരും തിരിച്ച് ജീവനിലേക്ക് വന്നിട്ടില്ല. ആ രാത്രിയിൽ തന്നെ തണുപ്പത്ത് മരവിച്ച് മരിച്ചു പോകും. പക്ഷേ പതിന് വിപരീതമായിരുന്നു ഈ യുവാവിൻ്റെ അവസ്ഥ. പിറ്റേ ദിവസം രാവിലെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതറിഞ്ഞ രാജാവ് പടയാളികളോട് പറഞ്ഞു, അവൻ എത്രയും വേഗം ഇവിടെ ഹാജരാക്കുക. രാജകൊട്ടാരത്തിലെത്തി രാജാവിന് താണു വണങ്ങി നിൽക്കുന്ന അവനോട് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ആ യുവാവ് പറഞ്ഞു, മഹാരാജാവേ, തണുപ്പത്ത് കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുമ്പോൾ തണുത്ത് വിറച്ച് ഞാൻ മരവിച്ചു തുടങ്ങി. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, എൻ്റെ മരണം ഉറപ്പാണ്. ഞാൻ ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ. ഒരാൾ പോലുമില്ല. നിരാശനായി ഒടുവിൽ ഞാൻ വെറുതെ മുകളിലേക്ക് നോക്കിയപ്പോൾ ദൂരെ ഇരുട്ടത്ത് ഒരു ചെറിയ ചിരാത് തെളിഞ്ഞു നിൽക്കുന്ന ഞാൻ കണ്ടു. അത് അങ്ങയുടെ കൊട്ടാരത്തിലെ വിളക്കായിരുന്നു. ആ ചിരാത് എന്നോട് മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിരാശപ്പെടരുത്. എത്രയും വേഗം ഈ രാത്രി അവസാനിക്കും. സൂര്യൻ ഉദിക്കും, ചൂട് വരും, നിന്റെ തണുപ്പ് മാറും. നീ മരണത്തിലേക്ക് പോകരുത്. നിനക്കൊരു ജീവിതമുണ്ട്. ആ ചിരാത് എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. ഒടുവിൽ ചിരാത് മന്ത്രിച്ചതുപോലെ സംഭവിച്ചു. നേരം വെളുത്തു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നമ്മുടെ ഇരുട്ടിൻ്റെ നേരത്ത് യേശു തെളിച്ചു തരുന്ന ചില ചിരാതുകളുണ്ട്. അത് നോക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ജീവിതയാത്രയിൽ കുർബാനയാകുന്ന ഭക്ഷണം കയ്യിലെടുക്കാൻ മറന്നു പോകരുത്. ജീവിതയാത്രയിൽ വചനമാകുന്ന വിളക്കും നമുക്ക് പ്രകാശം നൽകുമെന്ന് മറക്കണ്ട. അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമുക്ക് വചനമാകുന്ന ചിരാതുകളേന്തി കുർബാനയാകുന്ന അപ്പമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.